ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പം റംസാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിട്ടില്ല. കുറേ ദിവസമായിട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യണം, അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നല്ല മടി കാരണമാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. ഇന്ന് ഏതായാലും കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് നോമ്പ് തുറക്കുന്നതിന് മുന്നും ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കും കൂടെ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. റംസാൻ ആയതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അങ്ങനത്തെ ചടങ്ങുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ലേറ്റായിട്ടാണ് കേട്ടോ എണീക്കാറുള്ളത്. സുബഹി നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് അത്യാവശ്യം നല്ലോണം ലേറ്റായിട്ടാണ് എണീക്കാറുള്ളത്. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലോട്ട് കയറാറുള്ളത്. പക്ഷെ അന്ന് ഞാൻ എണീറ്റപ്പം ഉമ്മതേ രാവിലെ തന്നെ എണീറ്റിട്ട് കുറച്ച് തക്കാളിയൊക്കെ ഇവിടെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ മാർക്കറ്റിൽ പോയ സമയത്ത് കുറച്ചധികം തക്കാളി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേട് വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഉമ്മ ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പം അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തക്കാളി ഇങ്ങനെ കേട് വരാൻ തുടങ്ങിയപ്പം എന്താ ഇപ്പോൾ കാട്ടുകയെന്ന് വിചാരിച്ചിട്ട് ഉമ്മ ലാസ്റ്റ് തീരുമാനിച്ചതാണ് അച്ചാറുണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പം ഒരു 1.5 ടീസ്പൂണോളം കടുകും 1 ടീസ്പൂണോളം ഉലുവയും ചേർത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളുത്തുള്ളി ഒന്ന് നല്ലോണം മൂത്ത് വരണം കേട്ടോ. വെളുത്തുള്ളി മാത്രമല്ല വെളുത്തുള്ളി ഇഞ്ചിയും ഉണ്ട് കേട്ടോ. അത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കരിവേപ്പിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കരിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഞാനിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ചാർ ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തക്കാളിയൊക്കെ കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല. അത് ഇനി കരിവേപ്പിലാണെങ്കിലും അതിലുള്ള വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിവിടെ കുറച്ച് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി നിങ്ങൾ കണ്ടില്ലേ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ പുളി. അത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പുളി കൂടെ ചേർത്തിട്ട് വീണ്ടും മൊത്തത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഈ തക്കാളി നന്നായിട്ട് വെന്തുടയണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാനിത് അടച്ച് വെക്കുന്ന മൂടി കണ്ടോ, ഇതിൻ്റെ ഡിസൈനല്ല, ഇത് പൊട്ടിപ്പോയതാണ്. എന്തോ ഭാഗ്യത്തിന് ആ ഗ്ലാസ്സിനൊന്നും പറ്റിയില്ല. നിലത്ത് വീണ സമയത്ത് ആ ഒരു ഭാഗം പൊട്ടിപ്പോയിട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് തക്കാളി നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തക്കാളി ആ ഒരു സമയത്ത് അതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. മുളക് പൊടി ആദ്യം ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് നോക്കി. പക്ഷെ അതൊരു കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ അധികം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മുളക് പൊടിയൊക്കെ നിങ്ങൾ എടുക്കുന്ന മുളക് പൊടീൻ്റെ എരിവ് അനുസരിച്ചിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന സമയം വരെ ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഫൈനലായിട്ട് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മൊത്തത്തിലൊന്ന് നന്നാക്കി മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കായപ്പൊടി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു കളറ് കണ്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റാക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റാക്കി നിൽക്കലേനു. എന്തായാലും അടിപൊളി ഒരു അച്ചാറാണ്, മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ഒരു തവണ ട്രൈ ആക്കി നോക്കുക. ചോറിൻ്റെ കൂടെ ആ ഒരു അച്ചാർ മാത്രം മതി, വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടേനു. മസ്റ്റ് ട്രൈ ആണ് എന്തായാലും. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉമ്മ ഇവിടെ ചിക്കൻ കറി കൂടെ ആക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉമ്മ
അച്ചാറിന് തക്കാളി കട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മ ഉണ്ടാക്കുന്ന അച്ചാർ ഞാൻ ഉമ്മനോട് ചോദിച്ചിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോന്ന് ഇടാം എന്നുള്ളതാക്കിയപ്പോൾ ഉമ്മ എന്തായാലും അടുത്ത് വേണമല്ലോ, അപ്പോൾ ആ ഒരു സമയം വെറുതെ നിൽക്കേണ്ട വെച്ചിട്ട് ഉമ്മ പെട്ടെന്ന് തന്നെ ചിക്കൻ കറിയും കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അസർ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഏറെക്കുറെ കറികളൊക്കെ ആക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ചിക്കൻ കറി ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കിച്ചണിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലോട്ട് വന്നിട്ടുള്ളത്. എന്നിട്ട് ഫസ്റ്റ് തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിതേ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എഗ്ഗ് വെച്ചിട്ട് ചിക്കൻ്റെ കേക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓൾറെഡി മസാല ഫ്രിഡ്ജിലുണ്ടായിരുന്നു. തലേന്ന് നമ്മൾ സാൻഡ്വിച്ചിന് ഉണ്ടാക്കിയിട്ടുള്ള മസാല കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, ചിക്കൻ വെച്ചിട്ടുള്ള മസാല. അപ്പം അത് വെച്ചിട്ട് ഒരു ചെറിയ ചിക്കൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പം എഗ്ഗ് എടുത്തിട്ടുള്ളത്. ഞാനിതേ 3 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ തലേന്ന് ഉണ്ടാക്കിയിട്ടുള്ള സാൻഡ്വിച്ചിൻ്റെ കൂട്ട് ബാക്കിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കൂട്ട് എപ്പോഴും ഉണ്ടാക്കുന്ന ചിക്കൻ കേക്കിൻ്റെ കൂട്ടല്ല കേട്ടോ, ഇത് ഞാൻ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ആക്കി വെച്ചിട്ടുള്ള കൂട്ടാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടായിരുന്നു. പിന്നെ ഈ ഒരു കൂട്ടി ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, ഇത് ഇത്താത്ത ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടാണ്. മൂത്തമ്മൻ്റെ മോളുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം അവിടെ നോമ്പ് തുറക്കാൻ. അപ്പോൾ ഇത്താത്ത ഉണ്ടാക്കിയിട്ടുള്ള ഒരു മസാലയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാൻഡ്വിച്ചിലേക്ക് വേണ്ടിയിട്ട് ആക്കി വെച്ചതുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ചുള്ളത് കൊണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആ ഒരു കൂട്ട് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതേ ഒരു പാനിലേക്ക് പാർന്നിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ വേറൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് കുറച്ചധികം വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ക്യാരറ്റായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം, കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത്രയും എടുത്തിട്ട് ഇനി അത് ചെറുതാക്കി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കല് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇതേ ഗാർലിക്ക് ചോപ്പ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ ഗാർലിക്ക് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം കണ്ടോ, ഇത് ഞാൻ കുറേ പേരെ വീഡിയോ കണ്ടിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് കുറച്ചൊക്കെ ചോപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഗാർലിക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ടത് പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ വരും കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വാങ്ങിയിട്ടുള്ളൊരു ഐറ്റമാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ആ ഒരു ഐറ്റം. ഗാർലിക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതിങ്ങനെ ചെറുതാക്കി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ബട്ടറിലും ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും സവാളയും പച്ചമുളകും കൂടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ നല്ല കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചോപ്പർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. എത്രത്തോളം മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് വെന്തുടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ അതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇത് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു മൈദപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ, അതിൽ നിന്ന് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ഈ ഒരു പാൽ ചേർത്ത് കൊടുക്കുമ്പം നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഇത് തിളച്ച് വരുമ്പം ഒന്ന് തിക്കാവും കേട്ടോ.
ഈ ഒരു കൂട്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഉണ്ടാവേണ്ടത്, അല്ലാതെ നല്ലോണം ലൂസായിട്ട് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഷീറ്റിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പാൽ ആദ്യം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ തിക്കാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്രിക്ക പൗഡറും പിന്നെ അതുപോലെ തന്നെ ഒറിഗാനോ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ മറന്നു പോയതാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫൈനലി കുറച്ച് മല്ലിയില കൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നെക്സ്റ്റ് ഇനി ഇതൊന്ന് റോളാക്കി എടുക്കണം. റോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഷീറ്റുകളുണ്ടല്ലോ, സമൂസ ഷീറ്റ് പോലത്തെ ഇങ്ങനെ റോൾ ചെയ്യുന്ന ഷീറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വേണമെങ്കിൽ റോൾ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പച്ചവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് റൗണ്ടാക്കിയിട്ട് പരത്തിയെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ റോൾ ചെയ്തെടുക്കുന്നത്. എൻ്റെ കയ്യിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഷീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. മറ്റേതിൽ ചെയ്യുമ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഷീറ്റിൽ ചെയ്യുമ്പം ഒന്നും കൂടെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പം അതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഷീറ്റിൽ ചെയ്തെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. പിന്നെ ഈ ഒരു മൈദ കുഴയ്ക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ ആ ഒരു ക്ലിപ്പൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. ഞാൻ ഈ ഒരു മസാല ആക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ കുഴച്ച് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു മൈദ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ അതിൻ്റെ അടുത്തേക്കും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. മൊത്തത്തിലൊരു തിരക്കായിരുന്നു. അപ്പോൾ കഴിയുന്ന പോലെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ കേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലോണം ചൂടാറി കിട്ടിയപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല നൈസായിട്ടുള്ള കേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂട്ടേ ഉണ്ടായിട്ടുള്ളതിനും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ അതുകൊണ്ട് തീരെ തിക്നെസ് ഇല്ല കേട്ടോ കേക്ക്. പക്ഷേ കഴിക്കാൻ നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് അവിടെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റോൾ ഞാനിതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കലാണ് കേട്ടോ. ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കാം. അങ്ങനെ ഞാൻ മൊത്തത്തിൽ അതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഉമ്മ കുറച്ച് മാത്രം പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സയാന് നോമ്പെടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യം റംസാന് സയാൻ നോമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ സയാന് പത്തിരി വേണമെന്ന് പറഞ്ഞപ്പം അവനക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും നോർമൽ ചോറാണ് കേട്ടോ. നമുക്ക് അതാണ് ഇഷ്ടം നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇങ്ങനെ പത്തിരി അതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. റൈസ് ഐറ്റംസ് ആണെങ്കിൽ നമുക്കൊന്നും കൂടി ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോമ്പ് തുറന്ന ഉടനെ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് ഉണ്ടല്ലോ, അതൊരുപാടൊന്നും കഴിക്കില്ല. നോമ്പ് തുറന്ന ഉടനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഓരോന്നൊക്കെ കഴിക്കുമെന്നല്ലാണ്ട് നമ്മളപ്പം തന്നെ നമ്മൾ മെയിനായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നല്ലൊരു സ്ട്രോങ് ചായയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ സ്നാക്സൊക്കെ കഴിക്കൽ. അങ്ങനെ കേട്ടോ നമ്മളെ ആ ഒരു നോമ്പ് തുറന്നാലുള്ള ശീലങ്ങൾ. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പ് തുറക്കലാണ്. അൽഹംദുലില്ലാ റാത്തായിട്ട് അങ്ങനെ ആ ഒരു നോമ്പും തുറന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ സ്നാക്സ് ഒന്നും കഴിക്കാറില്ല എന്ന്. അത് ഒന്നാമത് നമ്മൾ ആ ഒരു ശീലം മാറ്റാനുള്ള കാരണം വേറൊന്നുമല്ല. ഒരുപാട് സ്നാക്സും അതുപോലെ തന്നെ ജ്യൂസൊക്കെ നോമ്പ് തുറന്ന ഉടനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നോമ്പ് തുറന്നതിന് ശേഷം അത്ര അങ്ങോട്ട് ഒരു ക്ഷീണമൊന്നും ഫീൽ ചെയ്യാത്ത നല്ലൊരു ഫീലിങ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്.
പിന്നെ പിന്നെ നമ്മൾ നമുക്ക് തുറന്നതിന് ശേഷം പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മീൻ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. ചിക്കനും മീനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി പിറ്റേ ദിവസത്തേക്ക് കുക്ക് ചെയ്യാനുള്ള കുറച്ച് മീൻ വാങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അവിടെയുള്ള മീനും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല. ഇവിടെ എൻ്റെ ഉപ്പയമ്മയും വന്നിട്ടുണ്ടല്ലോ. ഉപ്പാക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഒരുപാട് സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുറേ അധികം ഇപ്പോൾ വാങ്ങലില്ല കേട്ടോ. അവർ വരുന്നതിന് മുന്നേ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഒരാഴ്ചത്തേക്കൊക്കെ കുറച്ചധികം വാങ്ങി സ്റ്റോർ ചെയ്യലുണ്ട്. ഇപ്പോൾ പിന്നെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് 1-2 ദിവസത്തിനുള്ളത് മാത്രമേ വാങ്ങലുള്ളൂ കേട്ടോ. പിന്നെ 1-2 ദിവസത്തിനൊക്കെ നമ്മൾ അടുത്ത് തന്നെ വാങ്ങിയാൽ മതി. പിന്നെ മീൻ മാർക്കറ്റിൽ വന്നിട്ട് മീൻ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ഇതിങ്ങനെ അടുക്കി പെറുക്കി വെച്ചത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോമ്പ് തുറന്നപ്പം വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ അവിടെ തന്നെ പോയി വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മീൻ മാർക്കറ്റിലേക്ക് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് പോയി നോക്കും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഭാഗത്തായിട്ട് കുറച്ച് അക്വേറിയത്തിൽ ജീവനോട് കൂടിയുള്ള നല്ല വലിപ്പമുള്ള ഞണ്ടും ചെമ്മീനൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ മീൻ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിക്കോട്ടെ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ വേണ്ടി നോക്കുക. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.